ആദ്യം തന്നെ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ജീവൻ രക്ഷാ പ്ലാനിൻ്റെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ സാധാരണ അധികം സംസാരിക്കാറില്ല. അത് നമുക്ക് എവിടെ നിന്നും അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഗൂഗിളിൽ അടിച്ചാൽ വരെ അത് കിട്ടും. അതായത് ഏജ് അറ്റ് എൻട്രി, എത്ര സം അഷ്യൂർഡാണ് മിനിമം, അങ്ങനത്തെ കാര്യങ്ങൾ. നമുക്ക് എന്താണ് ഈ പ്ലാൻ എടുത്താലുള്ള ബെനിഫിറ്റുകൾ, അതിനെക്കുറിച്ചാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് 18 മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചേരാൻ കഴിയും. മിനിമം സം അഷ്യൂർഡ് 1 lakh ആണ്. ഇതിൻ്റെ ടേം, പോളിസി ടേം മിനിമം 13 കൊല്ലമാണ്. പ്രീമിയം അടയ്ക്കേണ്ടത് 10 കൊല്ലമാണ്. മാക്സിമം പോളിസി ടേം 25 കൊല്ലമാണ്. പ്രീമിയം അടയ്ക്കേണ്ടത് 22 കൊല്ലമാണ്. അതായത് പോളിസി ടേം -3 ആണ് ഇതിൻ്റെ പ്രീമിയം പേയിങ് ടേം. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇത് നമുക്ക് എത്ര എമൗണ്ട് ആണെങ്കിലും, അതായത് നിങ്ങളുടെ ഒരു ഗോൾ, ചൈൽഡ് എഡ്യൂക്കേഷൻ, ചൈൽഡ് മാരേജ്, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്, അങ്ങനത്തെ ഏത് ഗോളാണെങ്കിലും, ബേസിക്കലി ചൈൽഡ് എഡ്യൂക്കേഷൻ, ചൈൽഡ് മാരേജ്, അതായത് ഏറ്റവും നമുക്ക് ആബ്സല്യൂട്ട്ലി നമുക്ക് മസ്റ്റായിട്ടുള്ള ഗോൾസാണല്ലോ. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ മാരേജ്, അത് ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 50 ലക്ഷമാണോ 1 കോടിയാണോ, ഏത് എമൗണ്ട് ഫിക്സ് ചെയ്താലും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അവിടെയാണ് ജീവൻ രക്ഷാ പ്ലാനിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആബ്സല്യൂട്ട്ലി ഗ്യാരണ്ടി. 1 കോടി എന്ന് ഫിക്സ് ചെയ്താൽ 1 കോടി എത്തിയിരിക്കും, വാട്ട് എവർ ഹാപ്പൻസ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം എങ്ങനെയാണ് ജീവൻ രക്ഷാ പ്ലാൻ പ്രവർത്തിക്കുന്നതെന്ന്. ഒരു 35 വയസ്സുള്ള ഒരു മെയില് 1 കോടി എയിം ചെയ്തിട്ട് ഈ പ്ലാൻ എടുക്കുന്നത് വയ്ക്കുക. 25 കൊല്ലത്തെ ടേം വെക്കുന്നു. 22 കൊല്ലം പ്രീമിയം അടച്ചാൽ മതി. അപ്പോൾ ആൾക്ക് ആ വാർഷികം ആനുവൽ പ്രീമിയം 1.8 lakhs അടയ്ക്കേണ്ടി വരും. അതായത് മന്ത്ലി പ്രീമിയം ഓഫ് 15,000. 15,000 രൂപ മന്ത്ലി പ്രീമിയം അടയ്ക്കുമ്പോൾ തന്നെ 40 ലക്ഷത്തിൻ്റെ സം അഷ്യൂർഡ് ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി 40 ലക്ഷം. സം അഷ്യൂർഡ് 22 ഇയേഴ്സ് അടയ്ക്കണം. 22 ഇയേഴ്സ് കൊണ്ട് ആൾ 38 ലക്ഷം അടയ്ക്കും. 25 കൊല്ലം കഴിയുമ്പോൾ സം അഷ്യൂർഡ് പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ് ആൾക്ക് 1 കോടി രൂപ കിട്ടും. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്ലാന്. നമ്മൾ 38 ലക്ഷം രൂപ അടയ്ക്കുക, 1 കോടി രൂപ കിട്ടും. ഇത് ആണ് ബേസിക് ആയിട്ടുള്ള പ്ലാൻ. ഇത് മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ നമ്മളുണ്ടെങ്കിൽ 1 കോടി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ഇല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. നമ്മൾ 15,000 രൂപ മന്ത്ലി പ്രീമിയം അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. 15,000 രൂപ അടയ്ക്കുന്നു. ഏറ്റവും അൺലക്കി കേസിൽ 15,000 രൂപ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഡെത്ത് സംഭവിക്കുന്നു വയ്ക്കുക. അതൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്യൂച്ചർ പ്രീമിയംസ് മുഴുവൻ വേവ് ചെയ്യപ്പെടും. അതായത് ബാക്കിയുള്ള എല്ലാ പ്രീമിയംസും ഉണ്ടല്ലോ, അതായത് കമ്പനി വിൽ പേ. പിന്നെ ഓരോ കൊല്ലവും 10% ഓഫ് സം അഷ്യൂർഡ്. അതായത് ഇപ്പോൾ 15,000 രൂപ മന്ത്ലി ആകുമ്പോൾ നമുക്ക് 40 ലക്ഷമാണല്ലോ സം അഷ്യൂർഡ്. ഓരോ കൊല്ലവും 25 കൊല്ലം വരെ 4 ലക്ഷം രൂപ ഓരോ കൊല്ലവും കൊടുക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതായത് 25 × 4 ലക്ഷം, 1 കോടി. അതൊരു ബെനിഫിറ്റ് കേട്ടോ. പിന്നെ ഈ ഡെത്ത് സംഭവിക്കുന്ന സമയത്ത് ഇൻബിൽട്ടായിട്ട് ആക്സിഡൻറ്റ് സം അഷ്യൂർഡ് ഉണ്ട് 40 ലക്ഷം. അതായത് ഈക്വൽ ടു ബേസ് സം അഷ്യൂർഡ്, ആക്സിഡൻറ്റ് സം അഷ്യൂർഡ് 40 ലക്ഷം ഡെത്ത് സംഭവിക്കുമ്പോൾ കൊടുക്കും. അതിനുശേഷം ഓരോ കൊല്ലവും 4 ലക്ഷം വെച്ച് കൊടുക്കും. ഇനി മെച്യൂരിറ്റിയിൽ 1 കോടി രൂപയും കൊടുക്കും. അതായത് നമ്മൾ എല്ലാ പ്രീമിയവും LIC അടയ്ക്കും. അത് കഴിഞ്ഞ് ബോണസും ഫൈനൽ അഡീഷൻ ബോണസും ആഡ് ചെയ്ത് 1 കോടി രൂപയും മെച്യൂരിറ്റിയിൽ അടയ്ക്കും. അതായത് ആദ്യത്തെ 15,000 മന്ത്ലി കേസിലാണ് ഞാൻ പറയുന്നത്. ആനുവലി അടയ്ക്കുകയാണെന്ന് വെച്ചാൽ ആനുവലി അടയ്ക്കുന്നതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഒരു 2% പ്രീമിയം ഡിസ്കൗണ്ടും കാര്യങ്ങളുമുണ്ട്. 15,000 രൂപ മന്ത്ലി അടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയുടെ ഒരു അസറ്റാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്? എന്തായാലും 1 കോടി രൂപയുടെ. നിങ്ങളുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ അസറ്റാണ് പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളില്ലെങ്കിൽ 40 ലക്ഷം രൂപ, അതായത് ആക്സിഡൻറ്റിലാണ് ഏറ്റവും മോശം സിറ്റുവേഷൻ. ആക്സിഡൻറ്റിലാണ് ഡെത്ത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ 40 ലക്ഷം പ്ലസ് എല്ലാ കൊല്ലവും 4 ലക്ഷം കൊടുക്കും. 4 ലക്ഷം × 25 1 കോടി. 1 കോടി പ്ലസ് 40 ലക്ഷം 1 കോടി 40 ലക്ഷം പ്ലസ് മെച്യൂരിറ്റി 1 കോടി, 2 കോടി 40 ലക്ഷം. അതായത് 15,000 രൂപ അടയ്ക്കുമ്പോൾ 2 കോടി 40 ലക്ഷം രൂപയുടെ ഗ്യാരണ്ടീഡ് അസറ്റ് വാഗ്ദാനം ചെയ്യുന്ന പ്ലാനാണ്. ഒന്നും സംഭവിച്ചില്ല എങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് 1 കോടി കിട്ടും. സാധാരണ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളും പോലെ 1 കോടി കിട്ടും. സംഭവിച്ചാലും 1 കോടി കിട്ടും. അതായത് എങ്ങനെ പോലെ ബാക്കി ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം. വേറൊരു പ്ലാൻ, അതായത് ഇപ്പോൾ നിങ്ങൾ ജീവൻ ആനന്ദോ വേറെ ജീവൻ ലാഭം എടുക്കുകയാണെന്ന് വെച്ചാൽ 40 ലക്ഷം രൂപയുടെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ
ഡെത്ത് സംഭവിച്ചാൽ സം അഷ്യൂർഡ് പ്ലസ് ബോണസ്, അതായത് ഒരു 40 ലക്ഷം 50 ലക്ഷം, അതായത് ഫസ്റ്റ് കൊല്ലം തന്നെ ഡെത്ത് സംഭവിച്ചാൽ 40 ലക്ഷം പ്ലസ് ബോണസ് ഒന്നും തരാണ്ടാവില്ല, 40 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. പക്ഷേ ജീവൻ രക്ഷയിൽ ഫസ്റ്റ് കൊല്ലം തന്നെ ഡെത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് 1 കോടി രൂപയാണ് ആ ഫൈനലായിട്ട് കിട്ടുന്നത്. എല്ലാ കൊല്ലവും 4 ലക്ഷവും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ മാരേജ് എന്നുള്ളതിന് ഈ ഒരു പ്ലാൻ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മസ്റ്റാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് പ്ലാനാണ് ജീവൻ ലക്ഷ്യ. സാധാരണ പ്രസൻറ്റേഷൻ പോലില്ല, ഈ ജീവൻ ലക്ഷ്യയുടെ പ്ലാൻ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒരു എക്സൈറ്റ്മെൻറ്റിൽ വരും. കാരണം ഇത്രയും ബെസ്റ്റ് പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ എക്സൈറ്റഡ് ആവാതെ പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും ബെസ്റ്റ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ മാരേജ്, ഇതിന് കന്യാദാൻ എന്നും കൂടി പറഞ്ഞ കന്യാദാൻ പോളിസി എന്നും കൂടി പേര് പറയാറുണ്ട്. പെൺകുട്ടികളുടെ മാരേജിന് മസ്റ്റായിട്ട് പാരൻസ് എടുത്തു വെക്കേണ്ട ഒരു പ്ലാനാണ്. നമ്മൾ ഇപ്പോൾ സുകന്യ സമൃദ്ധി യോജനയൊക്കെ ആയിട്ട് കമ്പയർ ആണ്. സുകന്യ സമൃദ്ധി യോജന നമ്മളുണ്ടെങ്കിൽ ശരി അടച്ചടച്ച് പോവാം, നിങ്ങളില്ലെങ്കിലോ ഇവിടെ. അതുകൊണ്ട് തന്നെ സുകന്യ സമൃദ്ധി യോജനയോ PPF-ഉമായോ FD-യുമായോ വേറെ ഒന്നുമായും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഇല്ലെങ്കിൽ എന്നുള്ളത് വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വർഷം അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനിക്ക് കുട്ടിക്ക് ക്യാഷ് കിട്ടുന്നു, വൈഫിന് കാശ് കിട്ടുന്നു, ഫൈനലിൽ നമ്മൾ വിചാരിച്ച എമൗണ്ട്. അതുകൊണ്ട് ഒരു കമ്പാരിസണും ഇതില്ല. കുട്ടികളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ജീവൻ ലക്ഷ്യ തന്നെയാണ്. അപ്പോൾ ജീവൻ ലക്ഷ്യയെക്കുറിച്ചുള്ള ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഈ പ്ലാനിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലും എന്നെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്.